ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറി ഉണ്ടാക്കി നോക്കാം. ഒരു കടായി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 4 വലിയ സവാള നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാല ഒട്ടും കരിഞ്ഞു പോവാതിരിക്കാൻ നോക്കണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 5 വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ്, ഒട്ടും പുളിയില്ലാത്ത തക്കാളി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിയുള്ള തക്കാളി ചേർത്താൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒരു 1/4 കപ്പ് വെള്ളം, ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് പപ്പടമാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 പപ്പടം ഞാൻ ഇതുപോലെ പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പപ്പടം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ സൈഡിൽ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവിക്ക് അനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷണലാണ്, പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. മുട്ടക്കറിയേക്കാളും ടേസ്റ്റാണ് ഇതിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.